അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ഹഫിലുള്ള ചില ചിഹ്നങ്ങളാണിവ. ഒരായത്തിന്റെ തന്നെ ഇടയിൽ അല്പം മുകളിലായിട്ടാണ് നമുക്ക് ഇത്തരം ചിഹ്നങ്ങൾ കാണാൻ സാധിക്കുക. എന്താണ് ഇവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ഇവ കൂടാതെയും മറ്റു ചിഹ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് ഈ ചിഹ്നങ്ങളെ കുറിച്ച് മാത്രമാണ്. ആദ്യം മീം. മീം തന്നെ രണ്ട് ഷേപ്പിലുള്ള മീമുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു ഷേപ്പിലുള്ള മീമിനെ കുറിച്ച് മാത്രമാണ്. ഇങ്ങനെ ഒരു മീം നമ്മൾ കാണുമ്പോൾ അവിടെ ആ ആയത്തിന്റെ ആ ഭാഗത്ത് നിർത്തുക എന്നുള്ളത് ലാസിമാണ്, നിർബന്ധമാണ്. മസ്റ്റായിട്ടും നമ്മൾ ആ ഭാഗത്തെത്തുമ്പോൾ നിർത്തുക. നിർത്തിയതിനു ശേഷം അടുത്ത ഭാഗത്തോട്ട് പോവുക. രണ്ടാമത്തേത് സ ലാം. അങ്ങനെ ഒരു ചിഹ്നം കാണുമ്പോൾ അവിടെ നിർത്താതെ അടുത്ത ഭാഗത്തിലേക്ക് ചേർത്തോതുന്നതാണ് കൂടുതൽ ഉത്തമം, ബെറ്റർ. അതാണ് 70% ആണ് അതിന്റെ ഒരു കണക്ക്. ഇനി ഖാഫ് ലാം, ഇതിന്റെ നേരെ വിപരീതം. അങ്ങനെ ഒരു ചിഹ്നം കാണുമ്പോൾ ആ ഭാഗത്ത് നിർത്തുന്നതാണ് ഉത്തമം. ഒന്ന് നിർത്തി എന്നിട്ട് അടുത്ത ഭാഗത്തിലോട്ട് പോകുന്നതാണ് കൂടുതൽ ബെറ്റർ. ജീം ജായിസ്, അവിടെ 50-50 ആണ്. നിർത്തുകയോ നിർത്താതിരിക്കുകയോ ചെയ്യാം. ഇനി ലാം. ലാം കാണുന്ന ഭാഗത്ത് അങ്ങനെ ഒരു ചിഹ്നം നമ്മൾ കാണുമ്പോൾ അവിടെ നിർത്താതെ അടുത്ത ഭാഗത്തോട് ചേർത്തോതുക എന്നുള്ളതാണ് നിർബന്ധം. അർത്ഥത്തിലും ആശയത്തിലും മാറ്റം വന്നേക്കും എന്നതാണ് അതിന്റെ കാരണം. ഇനി സീൻ സക്ത. നമ്മൾ സൂറ കഹ്ഫ് ഓതുമ്പോൾ കണ്ടിട്ടുണ്ടാകും, ആദ്യത്തെ ആയത്തിൽ തന്നെ ഐവജ, അതിന്റെ അലിഫിന്റെ മുകളിൽ ഒരു കുഞ്ഞ് സീൻ. ആ സീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്ന് പോസ് ചെയ്യുക എന്നുള്ളതാണ്. പോസ് ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്തോട്ട് പോവുക. അതായത് നമ്മുടെ ശ്വാസം വിടാതെ ഒന്ന് പോസ് ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്തോട്ട് പോവുക. ഇനി ഇങ്ങനെ ഒരു ചിഹ്നമാണ് സൂറ ബഖറയുടെ തുടക്കത്തിൽ നമ്മൾ കാണാറുണ്ട്. ഇതിന്റെ ഉദ്ദേശം ഇതിൽ രണ്ടിൽ ഒരിടത്ത് നമുക്ക് നിർത്താം, രണ്ടിടത്തും നിർത്താൻ പാടില്ല എന്നതാണ്.